നമസ്കാരം പ്രിയമുള്ളവരെ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് കത്തിപ്പടരുകയാണ്. ഇപ്പോൾ ചില നേതാക്കന്മാർ കൂടി ചാരിത്ര്യ പ്രസംഗവുമായി എത്തിയിട്ടുണ്ട്. അവർ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചെയ്തികളെയൊക്കെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറയുന്നത്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇത്തരം നേതാക്കന്മാർക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. അന്ന് ഈ വാമൊഴിയായും വരമൊഴിയായും ആളുകൾ പാടി നടന്ന കഥകളിലെ വീരനായകന്മാരാണ് ഇപ്പോൾ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിമർശിക്കുന്നത്. പക്ഷേ അന്ന് ഈ ഡിജിറ്റൽ മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇത്തരം തെളിവുകളുമൊന്നുമില്ലായിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരകൾ തെളിവ് സഹിതമാണ് വന്നിരിക്കുന്നതെങ്കിൽ അവർക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ് പഴയ വീരസാഹസിക കഥകളിലെ നായകന്മാർക്ക് ഇപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങനെ വിമർശിക്കുവാൻ കഴിയുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. മിക്കപ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഇത്തരം ലൈംഗിക വിവാദങ്ങൾ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ബി ജെ പിയുടെ ആയാലും സി പി എമ്മിൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും പ്രാദേശിക തലങ്ങളിൽ ആളുകളൊക്കെ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് നമുക്ക് കേൾക്കാം, സ്ത്രീകളുമായി ചേർത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അതൊന്നും ഒരു ഡിജിറ്റൽ തെളിവിൻ്റെ അഭാവം, അല്ലെങ്കിൽ അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഒരുമാതിരി നേതാക്കന്മാരൊക്കെ രക്ഷപ്പെട്ടു പോയി. അല്ലെങ്കിൽ ഇന്ന് ഉന്നതിയിലിരിക്കുന്ന പല നേതാക്കന്മാരുടെയും തനി നിറം ലോകമറിഞ്ഞേനെ. രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ശ്രദ്ധിക്കാതെ പോയി എന്നതാണ് യാഥാർത്ഥ്യം. കാരണം വളരെ പ്രതീക്ഷയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുവാനുള്ള കഴിവ്, മാധ്യമങ്ങൾക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാനുള്ള കഴിവ് എല്ലാം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കാതെ പോയി. വളരെ മോശം ബിഹേവിയർ കൊണ്ട് അയാളുടെ കരിയർ, അയാളുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിച്ചു കളഞ്ഞു എന്ന് പറയാം. കാരണം ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. ആദ്യത്തെ ലൈംഗിക ആരോപണ കേസിന് ശേഷം അതിജീവിത പരാതി കൊടുക്കാതിരുന്നപ്പോൾ അയാൾക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് തിരിച്ചു വരുവാൻ കഴിഞ്ഞു. പാലക്കാട്ട് ജനങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു. അയാളുടെ സ്മൈൽ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സിനിമാ നടിമാരെയൊക്കെ കൊണ്ടുവന്നത് ഉദ്ഘാടനമൊക്കെ ചെയ്യിപ്പിച്ചു. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് വീണ്ടും അതിജീവിതയുടെ പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുന്നത്. അതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു അന്ത്യം കുറിക്കുന്നത് എന്ന് പറയാം. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചുകൂടി കണ്ണിങ് ആയിട്ട്, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളെയൊന്നും അധികം പ്രകോപിപ്പിക്കാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 1-2 മാസങ്ങൾക്കകം ഈ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങിപ്പോയേനെ. അപ്പോൾ അയാൾക്ക് സജീവമായി പൊതുരംഗത്തേക്ക് വരാമായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രായത്തിൻ്റെതായ ചില അപക്വതകൾ അല്ലെങ്കിൽ എടുത്തുചാട്ടങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. എന്തായാലും രാഷ്ട്രീയ രംഗത്ത് ആളുകൾ കാണിക്കേണ്ട മൂല്യം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പുറത്തു വരികയാണ്. എന്തായാലും അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം കുറിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും ഈ ലൈംഗിക കേസുകൾ, ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നാട്ടിൽ പണ്ടൊക്കെ പറയാറുള്ളത് പോലെ 2 കൈ കൊണ്ട് കൊട്ടിയാലേ ശബ്ദം കേൾക്കൂ, 1 കൈ കൊണ്ട് അടിച്ചാൽ ശബ്ദം കേൾക്കില്ല എന്ന് പണ്ട് നമ്മുടെ നാട്ടിലെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ പറയുന്നത് പോലെ നിയമങ്ങളൊക്കെ തിരുത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവം. ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം, അല്ലെങ്കിൽ പുരുഷൻ മാത്രം മിക്കപ്പോഴും പ്രതിയാകുന്ന ഒരു ഏർപ്പാടുണ്ട് എന്നത് വളരെ ശരിയാണ്. കാരണം മിക്ക ലൈംഗിക ആരോപണ കേസുകളിലും രണ്ടുപേരും നീണ്ടകാലം അവരുടെ സൗഹൃദങ്ങൾ ആസ്വദിച്ചിരുന്നു, പരസ്പരം സഹകരിച്ചിരുന്നു, പരസ്പരം സ്നേഹിച്ചിരുന്നു, പരസ്പരം പങ്കിട്ടിരുന്നു ശരീരവും മനസ്സുമൊക്കെ. അതിനുശേഷം ഒരാൾ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നതിൽ അതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിലെ വാട്സപ്പ് മെസ്സേജുകളും ഇൻസ്റ്റഗ്രാം മെസ്സേജുകളും ടെലിഗ്രാം മെസ്സേജുകളും ഒക്കെ എത്ര ഡിലീറ്റ് ചെയ്താലും അതൊക്കെ റിക്കവർ ചെയ്തെടുക്കുവാൻ ഇപ്പോൾ സംവിധാനങ്ങളും സോഫ്റ്റ്വെയറുമുള്ള കാലത്ത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രതീക്ഷയാകുമായിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അധപ്പതനം, അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അന്ത്യം എന്ന് തന്നെ വിലയിരുത്താവുന്ന രീതിയിലേക്കാണ് സംഭവങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് പാർട്ടി പാലക്കാട് അടുത്ത പ്രാവശ്യം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുവാൻ ഈ അവസരത്തിൽ സാധ്യതയില്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഷാഫി പറമ്പിലിനെ കൂടി ലക്ഷ്യം വയ്ക്കുവാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷേ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, പ്രസ്ഥാനത്തിൽ ആത്മബന്ധമുണ്ടായിരിക്കാം. പക്ഷേ ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് മിക്കപ്പോഴും മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യണമെന്നില്ല. നമ്മളെല്ലാവരും വ്യത്യസ്തരായ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഷാഫി പറമ്പിലുമായിട്ട്
ഷെയർ ചെയ്യണമെന്നില്ല, ഷെയർ ചെയ്തുകൂടാ എന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത എല്ലാ പ്രവർത്തികളും ഷാഫി പറമ്പിൽ കൂടി അറിഞ്ഞിട്ട് ആണ് എന്നുള്ള വാദഗതിക്കും ഒട്ടും തെളിവുകളില്ല. കാരണം അങ്ങനെ അറിഞ്ഞുകൊണ്ടും ചെയ്യാം, അറിയാതെയും ചെയ്യാം. വ്യക്തികൾ വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാതെ തന്നെ ചെയ്തത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. രാഹുൽ മാങ്കൂട്ടർ ചെയ്ത ഒരു കാര്യങ്ങളും ഷാഫി പറമ്പിൽ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഷാഫി പറമ്പിലിനെ കൂടി ലക്ഷ്യമാക്കി ചില ഇടങ്ങളിൽ നിന്ന് അമ്പെയ്ത്തുകൾ വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും അയാൾ വടകര ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ പുറത്തിറങ്ങിയ കാഫിർ സ്ക്രീൻഷോട്ട് അതുതന്നെ ഷാഫി പറമ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. പക്ഷേ അത് വന്നിടത്ത് തന്നെ വെടികൊള്ളതുകൊണ്ട് തൽക്കാലം ഷാഫി പറമ്പിൽ രക്ഷപ്പെട്ടതാണ്. കാരണം അതിൻ്റെ പിന്നിലൊക്കെ ആ പ്രദേശത്തെ DYFI നേതാക്കന്മാരായിരുന്നു എന്ന് വ്യക്തമായതുകൊണ്ട് ഷാഫി പറമ്പിൽ രക്ഷപ്പെട്ടതാണ്. ഷാഫി പറമ്പിലിനെ ഇതിൻ്റെയൊക്കെ ഹെഡ് മാസ്റ്റർ എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ക്രൂശിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം ഷാഫി പറമ്പിലിന് ഒരു സുഡാപ്പി ഇമേജ് കൂടി ചാർത്തി കൊടുക്കുവാനുള്ള ശ്രമം BJP, CPM, സൈബർ ഇടങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അയാളുടെ ഒരു രാഷ്ട്രീയ ചരിത്രം നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ വ്യക്തമായ മതേതര ബോധമുള്ള സെക്കുലറായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാകും. പക്ഷേ അയാളെ സുഡാപ്പി എന്ന് ചിത്രീകരിച്ചുകൊണ്ട് മാറ്റി നിർത്തുവാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി തന്നെ നടക്കുകയാണ്. കാരണം വളരെ വ്യക്തമായ ബോധത്തോടു കൂടി രാഷ്ട്രീയത്തിൽ അയാൾ മുന്നോട്ട് പോകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് അയാൾക്ക് ഈ സംഭവത്തിലൂടെ കാലിടറി. പക്ഷേ വളരെ വ്യക്തമായി ഇപ്പം നമ്മൾ യുവജനങ്ങളുടെ ഇടയിൽ വ്യക്തമായ സ്വാധീനമുള്ള രണ്ട് നേതാക്കന്മാരായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എന്ന കാര്യത്തിൽ സംശയമില്ല. യുവജനങ്ങൾക്കിടയിൽ എങ്ങനെ സംവദിക്കണം എന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അവർ സോഷ്യൽ മീഡിയ അത്തരത്തിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ കോൺഗ്രസിൽ യുവാക്കൾ കടന്നു വരുന്നതിന് വലിയ വൈമനസ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലും അല്ലെങ്കിൽ ഷാഫി പറമ്പിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മേഖലകളിൽ യുവാക്കളുടെ വലിയ തോതിലുള്ളൊരു കടന്നുവരവ് കോൺഗ്രസിലോട്ട് കാണുന്നുണ്ട്. തെക്കൻ ജില്ലകളിൽ ഒരു പക്ഷേ ഇവരുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കോൺഗ്രസിൻ്റെ വേദികളിലൊക്കെ ഉള്ളി വയസ്സന്മാരുടെ സാന്നിധ്യം മാത്രമുണ്ടാകുന്നത്, ചെറുപ്പക്കാരുടെ സാന്നിധ്യം ഇല്ലാത്തത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പക്കാരായ ആളുകളെ പ്രസ്ഥാനത്തിലേക്ക് ആവാഹിച്ചെടുക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഷാഫി പറമ്പിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് ചെറുപ്പക്കാരിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് എത്രത്തോളം തടസ്സം നിൽക്കും എന്ന കാര്യത്തിലും ഒരു വിചിന്തനത്തിന് തയ്യാറാകേണ്ടതുണ്ട്. എന്തായാലും ഷാഫി പറമ്പിൽ കൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി എയിം ചെയ്യുന്നു എന്നത് വളരെ വലിയ വസ്തുതയാണ്. ഒരു വിഭാഗം നമ്മൾ രാജൻ ജോസഫിനെ പോലെയുള്ള ഒരു വിഭാഗം പത്രപ്രവർത്തകരും ഓൺലൈൻ മാധ്യമങ്ങളും അതിന് ചുക്കാൻ പിടിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടത് BJP പ്രൊഫൈലുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ ആരോപണത്തെ അത് ഷാഫി പറമ്പിലിൻ്റെ തലയിൽ കൂടി വെച്ച് കെട്ടുവാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടത്തുന്നുണ്ട്. അതിനുവേണ്ടി വിലക്കെടുക്കപ്പെട്ട ഒരു വിഭാഗം പത്രപ്രവർത്തകർ പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങളുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.